ഒരിക്കൽ ഒരു പുഴയിലൂടെ ഒരു കാട്ടുപോത്തിൻ്റെ ശവം ഒഴുകിപ്പോകുന്നത് കണ്ട് ഒരു പരുന്ത് തൻ്റെ സുഹൃത്തുക്കളെയും കൂട്ടി ആ ശവത്തിന്മേൽ പോയിരുന്ന് കൊത്തി കൊത്തി തിന്നാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ ഏറ്റവും പ്രായമുള്ള പരുന്ത് പറഞ്ഞു, മക്കളെ ഇനി പെട്ടെന്ന് പറന്നു പോയിക്കൊള്ളിൻ, മുമ്പിൽ നമ്മൾ ഒരു വെള്ളച്ചാട്ടമാണ് ഞാൻ കാണുന്നത്, പറന്നു പോയിക്കൊള്ളിൻ. കുറേ പരുന്തുകൾ ഇതെല്ലാം കേട്ട് അവ പറന്നുപോയി. പക്ഷേ ചിലർ മാത്രം അവിടെ അവശേഷിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും മറ്റൊരു പരുന്തൊന്ന് പറഞ്ഞു, അവയെ വേഗം പറന്നു പോക്കോ, ഞാൻ മുമ്പിലൊരു വെള്ളച്ചാട്ടം കണ്ടു, ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ്, നയാഗ്ര വെള്ളച്ചാട്ടമാണ്, വേഗം പറന്നു പോയിക്കോളൂ. ഇത് കേട്ട് കുറേയേറെ പരുന്തുകൾ പിന്നെയും പറന്നുപോയി. പക്ഷേ ഒരു പരുന്ത് മാത്രം, കരുത്തനായ ഒരു പരുന്ത് അവിടെ ഇരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു പരുന്തൊന്ന് പറഞ്ഞു, സഹോദര വേഗം പറന്നു പോയിക്കോളൂ, ഇനി ഇതാ വെള്ളച്ചാട്ടം അടുക്കാറായി. അപ്പോൾ അഹങ്കാരിയായ ആ പരുന്ത് പറഞ്ഞു, എടാ എനിക്ക് ശക്തമായ നഖങ്ങളുണ്ട്, എനിക്ക് എപ്പോൾ വേണേലും അതിൽ നിന്ന് എൻ്റെ നഖത്തെ ഊരിയെടുക്കാൻ പറ്റും, എനിക്ക് ശക്തമായ ചിറകുകളുണ്ട്, അതുപയോഗിച്ച് എനിക്ക് ഏത് നിമിഷവും പറന്നു പോകാൻ പറ്റും, അത് എൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കേൾക്കുന്നില്ല എന്ന് കേട്ടപ്പോൾ മറ്റേ പരുന്ത് ശ്രമം ഉപേക്ഷിച്ച് പറന്നുപോയി. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ഈ പരുന്ത് നയാഗ്ര വെള്ളച്ചാട്ടം കണ്ടു. പെട്ടെന്ന് കാല് വലിച്ചൂരാൻ ശ്രമിച്ചു. പക്ഷേ അതിൻ്റെ നഖങ്ങൾ ആ ശവത്തിൽ കുടുങ്ങിപ്പോയിരുന്നു. അതിന് പറന്ന് ഉയരാൻ സാധിച്ചില്ല. എത്ര ശ്രമിച്ചിട്ടും പറ്റിയില്ല. അത് കാട്ടുപോത്തിൻ്റെ ശവത്തോടൊപ്പം ആ പരുന്തും നയാഗ്ര വെള്ളച്ചാട്ടത്തിലേക്ക് ചാടി എന്നേക്കുമായി അവരുടെ ജീവനും നഷ്ടപ്പെടുത്തി. സഹോദരങ്ങളെ, നമ്മളും ഇങ്ങനെയാണ്. പലപ്പോഴും നമുക്ക് പാപങ്ങളിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നൊക്കെ മാറുവാനുള്ള പല പ്രേരണകളും നമുക്ക് ലഭിക്കും, മറ്റുള്ളവരിലൂടെ, വൈദികരിലൂടെ ഒക്കെ ലഭിക്കും. പക്ഷേ നമ്മളൊന്നും ചെവിക്കൊള്ളാറില്ല. മദ്യപാനം എൻ്റെ നിയന്ത്രണത്തിലാണ്, എനിക്കെപ്പോഴും നിയന്ത്രിക്കാൻ പറ്റും എന്നൊക്കെയാണ് അവരുടെ വിചാരം. ചിലർ പറയും, മരിക്കണതിന് ഇനി സമയമുണ്ടല്ലോ, മരിക്കണതിന് മുമ്പും മാനസാന്തരപ്പെട്ടാൽ പോലെ, എന്തിനാ ഇത്ര കിടന്ന് കഷ്ടപ്പെടുന്നത്, ഇപ്പോഴും ഞാൻ ജീവിതം സൂഹിക്കട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ നമുക്കറിയില്ല മരണം എപ്പോൾ കടന്നു വരുമെന്ന്. അതുകൊണ്ട് ഈ നിമിഷമാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സമയം എന്ന് വിചാരിച്ച് ഇന്ന് തന്നെ നിങ്ങൾ പെട്ടുകൊള്ളുക. ഇന്നാണ് രക്ഷയുടെ ദിവസം.